പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒക്ടോബർ 10. 1994 ഒക്ടോബർ 10 മലങ്കര മെത്രാപ്പോലിറ്റൻ സഭയുടെ രണ്ടാമത്തെ മെത്രാപ്പോലിറ്റൻ മാർ ഗ്രിഗോറിയോസ് പിതാവ് സ്വർഗത്തിലേക്ക് പോയി. അതായത് ഒരു മധ്യസ്ഥനെ മലങ്കര കത്തോലിക്ക സഭയ്ക്കും ഇതര സഭകളുടെ വിശ്വാസ സമൂഹത്തിനും, പ്രത്യേകിച്ച് മരിച്ചവരുടെ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു മധ്യസ്ഥനെ കൂടി സ്വർഗത്തിൽ ലഭിക്കുകയാണ്. അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് നമ്മൾ. ഇന്ന് നമ്മൾ തീർച്ചയായും സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണ് ഈ മരണം. ആ മരണമേതിൻ്റെ ദംശനം ഇവിടെ എന്ന് പൗലോസ് സൂചിക്കുന്ന പോലെ. അദ്ദേഹം 1994 ഒക്ടോബർ 10 ദിവംഗതനാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. 2000 വരെ ജീവിച്ചിരിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്ന പ്രഭാഷണങ്ങളിൽ എപ്പോഴും പ്രതിഫലിച്ചു നിന്ന, പ്രക്ഷോഭിതമായി നിന്ന ഒരു വാക്കായിരുന്നു 2000 ഒന്ന് കാണണമെന്ന്. ദൈവം നിശ്ചയിക്കുന്നത് മാത്രമേ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചതുകൊണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ജനം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അല്പം വേദനകളൊക്കെ അനുഭവിച്ചാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഏതാണ്ട് 84 കൊല്ലം ജീവിച്ചു. 82 കൊല്ലം ജീവിച്ചു. ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മളാണ് എഴുതിയത്, ദൈവമല്ല. അതുകൊണ്ട് ഞാൻ 44 കൊല്ലത്തോളം തിരുവനന്തപുരം അതിരൂപതയും ഇതര സഹോദരികളാകുന്ന അല്ലെങ്കിൽ സഹോദരന്മാരാകുന്ന മറ്റു രൂപതകളെയും ഏകയോഗമായി അല്ലെങ്കിൽ ഏകതാബോധ്യത്തോടെ നയിച്ച ഒരു സഭാ തലവനായിരുന്നു മാർ ഗ്രിഗോറിയോസ് പിതാവ്. മനുഷ്യ മനസ്സുകളിൽ ഇന്നും ഓർമ്മയുടെ കനലുകളായി മാർ ഗ്രിഗോറിയോസ് പിതാവ് നിൽക്കുന്നുവെങ്കിൽ ഇന്നേക്ക് ഏതാണ്ട് ഒരു 30 കൊല്ലത്തേക്ക് ബാക്കിലേക്ക് എടുക്കാം. 30 അല്ലെങ്കിൽ 35 കൊല്ലത്തിൻ്റെ പിന്നിലേക്ക് പോകുന്ന ആർക്കും മാർ ഗ്രിഗോറിയോസ് പിതാവ് എന്ന നരച്ച താടിയുള്ള ഒരു കുരിശ് നെഞ്ചത്ത് വഹിച്ചുകൊണ്ട്, നെഞ്ചത്തിട്ടിരിക്കുന്ന ഒരു കുരിശുമാല, അതോടൊപ്പം തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഏതൊരു പ്രശ്നത്തെയും അഭിമുഖീകരിക്കുന്ന ഒരു മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ 2-3 കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് MCയുടെ ആഭിമുഖ്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ യാത്ര തിരുവനന്തപുരം അതിരൂപതയുടെ പട്ടം കത്തീഡ്രലിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന കത്തീഡ്രലിലേക്ക് ഉണ്ടാകും എന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ, കുർബാനയിൽ പങ്കെടുക്കുന്നവർ നമ്മൾ കൂടെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറയുന്നു. ഒന്നാമത്, സഭയ്ക്ക് ഒരു പ്രാർത്ഥനാ ദർശനം നൽകി. മാർ യോഹന്നാനോസ് പിതാവ് എൻ്റെ കർത്താവിനെ പെറ്റമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തീഷ്ണമായ പ്രാർത്ഥനയിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ മാനസവനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ മെത്രാപ്പോലിത്ത മാർ ഗ്രിഗോറിയോസ് പിതാവ് വെട്ടം കണ്ടാലും വെളിച്ചം കണ്ടാലും അല്പം മാറിപ്പോവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് നമ്മളെ കണ്ടിരിക്കും, വിളിക്കും. വളരെ കാർക്കശ്യത്തോടെ, സ്നേഹത്തോടെ. കാർക്കശ്യത്തിന് സ്നേഹമുണ്ട്. ആ സ്നേഹത്തോടെ വിളിച്ച് അടുത്തിരുത്തി ചോദിക്കുക, എന്താണ്, എവിടുന്ന്, ഏത് വീട്ടിൽ നിന്ന്, ആരുടെയാണ്, ആരുടെ മകനാണ്, മകളാണ് എന്ന സ്നേഹത്തോടെ ചോദിച്ച് തലോടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അല്പമെങ്കിലും ഫ്രീ ടൈമും കിട്ടിയെങ്കിൽ അരമനയുടെ ചാപ്പലിലേക്ക് ഞങ്ങളെ വിളിക്കും, സുന്നാരിക്കാരെ വിളിച്ചിട്ട് അവരോട് കുറച്ച് നേരമൊക്കെ കുശല സംഭാഷണങ്ങൾ നടത്തും, സംസാരിക്കും, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയും. രാത്രിയുടെ ആഴമായ യാമങ്ങളിൽ എത്ര വൈകി വന്നാലും പിതാവ് നേരെ ചാപ്പലിലേക്കാണ് പോകുന്നത്. പിതാവ് ചാപ്പലിൽ പോയി കുറേ നേരം, അതായത് അരമനയുടെ ചാപ്പൽ, ഇന്നുകൊണ്ടവിടെ അരമനയുടെ ചാപ്പലിൽ പോയി കുറേ നേരം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. ഈ അഗാധമായ പ്രാർത്ഥന 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, പിതാവായ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താൻ, അതോടൊപ്പം തന്നെ ആ കണ്ണിയിൽ പിടിച്ചു നിൽക്കുന്ന സഭാമക്കളെ ഒരുമിച്ച് ചേർത്ത് കോർത്തെടുത്തുകൊണ്ട് പോകാൻ. താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ പിതാവാകുന്ന മാർ ഗ്രിഗോറിയോസ് പിതാവും തൻ്റെ ഗണങ്ങളും, അതായത് അൽമാരും ഒന്നായി തന്നെ നിൽക്കണമെന്നും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലനിന്ന് പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിച്ച മാർ ഗ്രിഗോറിയോസ് പിതാവ് എന്നും നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ പൂക്കാലം തന്നെയാണ്. മാർ ഗ്രിഗോറിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ദർശനം എന്ന് പറയുമ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഒരു സാമൂഹിക ബന്ധം കൂടുതലായി നേടിത്തന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ EK നയനാരൊക്കെ അവിടെ വന്ന് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസം, ഫീസ്റ്റിൻ്റെ ദിവസം വന്ന് ഭക്ഷണം കഴിക്കുന്നതും എല്ലാവരും, ജാതിയും മതവും ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയക്കാരും പ്രത്യേക മതമില്ല. കരുണാകരൻ, K കരുണാകരൻ ഇവിടെ കണ്ടിട്ടുണ്ട്. മാർ ഗ്രിഗോറിയോസ് പിതാവ് കളിക്കുന്ന സമയത്ത് കർണാടകയിലൊരു അത് പേര് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയോടൊന്ന് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പം നമ്മളൊക്കെ അവിടെ അത് കണ്ട ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ബന്ധം. ഇനി ആർക്കും മറക്കാൻ സാധിക്കാത്തൊരു സംഭവം, ഒരു സംഭവമല്ല, ഒരുപാട് സംഭവമുണ്ട്. പൂന്തുറ കലാപത്തിലെ പോലീസിന് പോലും അവിടെ ഇറങ്ങാൻ സാധിക്കാത്ത സമയത്ത് സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് വരുന്ന, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആര് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും വിശർമാനാണ്. അവൻ കടലിനോട് മല്ലിടുന്നതാണ്, പങ്കായം പിടിക്കുന്നവനാണ്, ഗതിഭേദങ്ങളെ തിരിച്ചു മാറ്റുന്ന തിരമാലകളെ വൈകി മാറ്റി ലക്ഷ്യത്തിലേക്ക് പോകാൻ കുതിക്കുന്ന കാലുകളും കണ്ണുകളുമുള്ള തീക്ഷ്ണതയുള്ളവരാണ്. അവരുടെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വടിയും വേണ്ട, ഒന്നും വേണ്ട, പൂന്തറ കലാപമൊക്കെ ഉണ്ടാകുമ്പോൾ ആ കലാപത്തെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ അടിച്ചമർത്തുകയല്ല, സ്നേഹത്തോടെ തലോടാൻ. അടിച്ചമർത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കാണ്. സമാധാനത്തിൻ്റെ ദൂതനായി ഒരു വെള്ളരിപ്രാവിനെ പോലെ പറന്നു ചെന്ന് മക്കളെ എന്ന് വിളിച്ച് രണ്ടു കൂട്ടരെയും സമാധാനിപ്പിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് മാർ ഗ്രിഗോറിയോസ് പിതാവ്. മാർ ഗ്രിഗോറിയോസ് പിതാവിനെ കുറിച്ച് ഇനിയും പറയുമ്പോൾ സാമൂഹിക ബന്ധങ്ങളിൽ അദ്ദേഹത്തെ ഒരു കൃഷിക്കാരനാണ്, നല്ല കൃഷിക്കാരനാണ്. കൂൺ കൃഷി എങ്ങനെ ചെയ്യാം, പശുവിനെ എങ്ങനെ വളർത്താം, അതോടൊപ്പം തന്നെ എങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം, മണ്ണിരകൾ എന്ത് ഉപയോഗമാണ് ചെയ്യുന്നത്, ഒരു കാർഷിക ഗവേഷകൻ എന്ന് തന്നെ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് എക്കണോമിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ബിരുദം. അത് 1ാം റാങ്കോടെയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക വീക്ഷണം. മുയലിനെ വളർത്തിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള മുയലിനെ ഇറക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ അന്ന് പരിചാരകരാണ്. എന്ന് വെച്ചാൽ എന്താ, ഞങ്ങൾ ഒത്തിരി പേര് പഠിക്കാനൊക്കെ സെമിനാറിൽ ആഗ്രഹിച്ചു വരുമ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങുക. അങ്ങനെയായിരുന്നു ഇതിനെയെല്ലാം കണ്ടു പഠിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലൊരു കർഷകനായിരുന്നു, നല്ലൊരു സാമൂഹിക വീക്ഷണമുള്ള, അത് ഉള്ളിൽ ആഴമുള്ളവന് മാത്രമേ ദർശനങ്ങളുണ്ടാവുള്ളൂ. ആ ദർശനങ്ങളിൽ നിന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് മാർ ഗ്രിഗോറിയോസ് പിതാവ്. ആ ഉൾക്കാഴ്ചകളിൽ നിന്ന് ലോകത്തെ നയിച്ച വ്യക്തിയാണ് മാർ ഗ്രിഗോറിയോസ് പിതാവ്. ഹി വാസ് നോട്ട് ഓൺലി ദ പൊസഷൻ, ഹി വാസ് നോട്ട് ഓൺലി എന്താ എൻ്റെ മലയാളം ഇംഗ്ലീഷിൽ കിട്ടുന്നത്, ഇത് നമ്മുടെ മാത്രം സ്വത്തല്ല, അത് ലോകത്തിൻ്റെ സ്വത്തായിട്ട് മാറ്റപ്പെട്ട വ്യക്തിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം, സാമൂഹിക വീക്ഷണം, ഇനിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളാണ്. എവിടെയെങ്കിലും ഒരല്പ സ്ഥലം കിട്ടിയാൽ അവിടെ സ്കൂൾ തുടങ്ങണം. ഇവാനിയോസ് പിതാവിൽ നിന്ന് ഏറ്റെടുത്ത അതേ ചിന്തകളോട് തന്നെ അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചപ്പോൾ ഒരു കാര്യം അദ്ദേഹം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെയാണ് വെച്ചിരുന്നത്. ജാതിയില്ല, മതമില്ല, ആരാണോ നന്നായിട്ട് പഠിച്ച് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സഭയ്ക്ക് സഭയുടെ സ്ഥാനം കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. സഭയിൽ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ സഭയിൽ അവരെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാത്തമാറ്റിക്സിനോ മലയാളത്തിനോ ഒരധ്യാപികയില്ല എങ്കിൽ ഇതര സമൂഹങ്ങളിൽ നിന്ന് അവരെ നമ്മുടെ സഭയിലേക്ക് എടുത്തിട്ട് സഭനിച്ച മാമൂല് സുഹൃത്തൊന്നുമല്ല, സഭയിൽ പഠിപ്പിക്കാൻ അവസരം കൊടുക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മാർ ഗ്രിഗോറിയോസ് പിതാവ്. ഇന്ന് നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വളരെ തൻ്റെ ഇടത്തോടുകൂടിയും ശീതീകരിച്ച മുറിയിലിരുന്ന് ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ഇതിൻ്റെയൊക്കെ പിന്നിൽ മാർ ഇവാനിയോസ് പിതാവിൻ്റെയും മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെയും ഉൾക്കാഴ്ചകളാകുന്ന ദർശനങ്ങളുണ്ടായിരുന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ മനസ്സിൽ ഗർഭം ധരിച്ച സന്താനങ്ങളെയാണ് നമ്മളിന്ന് പോറ്റുന്നത് എന്നത് മറക്കാതിരിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ മധ്യസ്ഥം നമ്മുടെ സമൂഹത്തിലുണ്ടാകട്ടെ. മാർ ഗ്രിഗോറിയോസ് പിതാവിന് ഏറ്റവും നന്മയുണ്ടായത് ഞാൻ മറ്റൊന്നുകൊണ്ടല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് മാർ ബെസേലിയോസ് പിതാവിന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിച്ചു. ആഴമായ ദൈവശാസ്ത്ര ദർശനമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ കബറിലേക്ക് പോയി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരത്തിലല്ല, സാന്നിധ്യത്തിലല്ല ഞാൻ നിൽക്കുന്നത്, മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ട്. എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയുള്ള ദർശനങ്ങൾ, ഇന്ന് മാർ ക്ലീമീസ് പിതാവാണ് 4ാമത്തെ മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ നമ്മുടെ കർദിനാളായിട്ട് ഇന്ന് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലും ഇതിനകത്ത് എല്ലാ പിതാക്കന്മാരും പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ കാലഘട്ടത്തിലുണ്ടെന്ന വൈദികരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ തലോടലും പട്ടവും ഏറ്റെടുത്തിട്ടുള്ള വൈദികർ ഈ സമൂഹത്തിലുണ്ട്. മാർ ബെസേലിയോസ് പിതാവിൻ്റെ വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട്, മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ സിസ്റ്റേഴ്സുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പം ഇവാനിയോസ് പിതാവിൻ്റെ ഇവാനിയോസ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് പട്ടം വാങ്ങിയ സിസ്റ്റേഴ്സും കാണും, അച്ഛന്മാരും കാണും.
അതിനുശേഷം ബസേലിയസ് പിതാവിൽ നിന്നും ക്ലീമിസ് പിതാവിൽ നിന്നും ഇതര നമ്മുടെ സഹോദരികളാകുന്ന തിരുവല്ല, ബത്തേരി, മാർത്താണ്ഡം, പത്തനംതിട്ട, നെയ്യാറ്റിൻകര, കേരളത്തിന് പുറത്തുള്ള ഷിമോഗ, എല്ലാം പറയാൻ ഡൽഹി, ഭാഗ്യ ഭാരതം, ഇങ്ങനെയൊക്കെയുള്ള എല്ലായിടത്തും മാർ ഗ്രിഗോറിയോസ് പിതാവ് എന്ന് പറയപ്പെടുന്ന ആ വലിയ വ്യക്തിത്വത്തിൻ്റെ പ്രഭാകിരണങ്ങൾ ശക്തമായ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയും നമ്മുടെ എല്ലാം മധ്യത്തിൽ ഉണ്ടാകട്ടെ. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.